ക്രിസ്തുവിന്റെ രക്ഷാകര ചരിത്രത്തിൽ പേരെഴുതപ്പെട്ട പല സ്ത്രീകളെ നമുക്ക് ബൈബിളിലൂടെ കാണാൻ കഴിയുന്നു. നമ്മൾ പരിചയപ്പെടുത്തുന്നു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ ശമരിയാക്കാരി സ്ത്രീയെ. ഒരിക്കൽ യേശു ശമരിയായിലൂടെ കടന്നു പോകുകയായിരുന്നു. സുഖാർ എന്ന പട്ടണത്തിലെത്തിയപ്പോൾ യാത്ര ചെയ്തു ക്ഷീണിതനായ യേശു യാക്കോബിന്റെ കിണറരികെ ഇരുന്നു. തുടർന്ന് കാണുക. എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറച്ച് വെള്ളം തരുമോ? നീ യഹൂദനായിരിക്കെ ശമരിക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? യഹൂദനും ശമരിക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നു അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാളും നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോരുന്നു. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളമോ കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനെങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായിത്തീരും. യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരേണം. പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല. നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരി തന്നെ. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. യെജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വരുന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിന്റെ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തവനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നവനെ നമസ്കരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. മശിഹ എന്ന് വച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. കണ്ടു കണ്ടു കണ്ടു, നിങ്ങൾ അറിഞ്ഞോ പ്രിയരെ? ഞാൻ മശിഹയെ കണ്ടു. നിങ്ങൾക്കും കാണണോ? എന്റെ കൂടെ വരൂ. അതാ ആ കിണറിനരികെ ഞാൻ മശിഹയെ കണ്ടു. ഈ ലോകത്തെ രക്ഷിപ്പാൻ വരുന്നവനെ ഞാൻ കണ്ടു. ഞാൻ കണ്ടു. അതാ അവിടെ ഞാൻ കണ്ടു. ഞാൻ കണ്ടു. എന്നോടൊപ്പം വരുവിൻ. എന്നോട് സംസാരിച്ചു. എന്നോടൊപ്പം വരുവിൻ. എന്നോടൊപ്പം വരുവിൻ. നിങ്ങൾക്കും സംസാരിക്കാം. എന്റെ മശിഹയെ ഞാൻ കണ്ടു. നിങ്ങളും വരുവിൻ. എന്നോടൊപ്പം വരുവിൻ.